ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്ന 2025 ഡിസംബർ മാസഫലം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ രോഹിണി മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. ഇപ്പം നമ്മൾ ഈ ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ 20-ന്, അതായത് ഡിസംബർ 20-ന് 7-ൽ നിന്നും 8-ലേക്ക് രാശി മാറുന്നു. അതുപോലെ സൂര്യനാണെങ്കിൽ 16-ന് 7-ൽ നിന്നും 8-ലേക്ക് മാറുന്നു. ചൊവ്വയാണെങ്കിൽ ഡിസംബർ 7-ന് 7-ൽ നിന്നും 8-ലേക്ക് മാറുന്നു. ബുധനാണെങ്കിൽ ഡിസംബർ 6-ന് 7-ലേക്ക് രാശി മാറുന്നു. 29-ന് ആ ബുധൻ അഷ്ടമത്തിലേക്കും മാറുന്നു. ഗുരു ആണെങ്കിൽ ഡിസംബർ 5-ന് 3-ൽ നിന്നും വക്രത്തിൽ 2-ാം ഭാവരാശിയിലേക്ക് മാറുന്നു. ശനിയാണെങ്കിൽ 11-ലെ സ്ഥിതി തുടരുന്നു. രാഹു 10-ലും കേതു 4-ലും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഈ ചൊവ്വ, സൂര്യൻ, ശുക്രൻ ഈ 3 ഗ്രഹങ്ങൾ അഷ്ടമരാശിയിലേക്ക് മാറുന്നതും, അതുപോലെ തന്നെ ഗുരു 2-ലേക്ക് വക്രത്തിൽ വരുന്നതും, ശനിയും ഗുരുവും ഒക്കെ തന്നെ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നതും ആണ് ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ നമ്മൾ ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ കൂറുകാരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് ആദ്യം നോക്കാം. ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഇല്ല. കാരണം ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ 19 വരെ 7-ാം ഭാവരാശി നിൽക്കുകയും അവിടെ നിന്ന് ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം ചെറിയ ചെറിയ ഇഷ്യൂസ് അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ആഹാരത്തിൽ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ യാത്രകളിലും അല്പം കെയർ വേണം. ചിലർക്ക് ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, അല്ലെങ്കിൽ കാഴ്ച സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡ്രൈവിങ്ങിലൊക്കെ നമ്മളൊരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ അഷ്ടമരാശിയിലേക്ക് ആ ചൊവ്വ വരുന്നു, അതുപോലെ സൂര്യൻ വരുന്നു. അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ ദൂരയാത്രകളിൽ, അതുപോലെ ഡ്രൈവിങ്ങിൽ ഒരു 4-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് അഷ്ടമത്തിൽ വരുന്നത്. 4-ലാണെങ്കിൽ കേതു ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ ടെൻഷനൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അവിടെ ഒരു കെയർ വേണം. അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫെക്ഷനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ജെനിറ്റൽ ഓർഗൻസ് റിലേറ്റഡ് ആയിട്ടോ ചെറിയ ഇഷ്യൂസിന് സാധ്യത ചിലർക്ക് കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കെയർ കൊടുത്ത് പോവുക. ജീവിത പങ്കാളിയുടെയും മാതാവിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഇനി നമുക്ക് ഈ ഇടവക്കൂറുകാരുടെ ഇടവലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപനും യോഗകാരകനുമായിട്ടുള്ള ശനി, ആ ശനി നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. വക്രസ്ഥിതിയൊക്കെ മാറി നേർ സഞ്ചാരത്തിലാണ് ശനി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അപ്പോൾ തൊഴിൽ എക്സ്പാൻഷനും തൊഴിൽ നേട്ടത്തിനും സഹായകമായ ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. 10-ലൊക്കെ രാഹു ഉണ്ട്. 10-ലേക്ക് ഡിസംബർ 5 മുതൽ വക്രഗുരുവൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഈ സീനിയർ ഉദ്യോഗസ്ഥര് പ്രത്യേകിച്ച് കർമ്മ സംബന്ധമായിട്ട് എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് തിടുക്കത്തിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 10-ൽ രാഹു ഉണ്ട്. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പുതിയ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ, എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഒക്കെ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടും കൂടെ കാണുന്നുണ്ട്. പൊതുവെ ഉത്തരവാദിത്വമൊക്കെ കൂടുമ്പോൾ ഇപ്പം വർക്ക് പ്രഷർ അവർക്ക് കൂടാൻ സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിൽ മാറുന്നതിനും ഉയർന്ന തൊഴിൽ കണ്ടെത്തുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ തൊഴിൽ അവസരങ്ങളൊക്കെ പൊതുവെ ഉണ്ടാകാവുന്ന സമയമാണ്. കർമ്മഭാവാധിപൻ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. അതേസമയം ചൊവ്വ ഡിസംബർ 6 വരെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിനെയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതിനുശേഷം കർമ്മഭാവാധിപനായിട്ടുള്ള ശനിയെയും ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ഈ ചൊവ്വയും ശനിയുമായിട്ടുള്ള ആ ബന്ധവും, അതുപോലെ 10 നിൽക്കുന്ന രാഹുവിനെ ആ ചൊവ്വയൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലിടത്തൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ്. കാരണം കർമ്മഭാവാധിപൻ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. ഇച്ഛാപൂർത്തി സ്ഥാനത്തൊക്കെ ശനിയുടെ സ്ഥിതി പൊതുവെ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനൊക്കെ അനുകൂല
സ്ഥിതി എന്ന് പറയാം. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽ ലഭിക്കുന്നതിനും സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ, അതുപോലെ ശുക്രൻ, ബുധൻ, രവി മാസ ആരംഭത്തിലൊക്കെ അനുകൂല സ്ഥാനത്താണ്. ആദ്യ പകുതിയൊക്കെ ബിസിനസ്സുകാർക്ക് ബിസിനസ്സിലൊക്കെ നല്ല പുരോഗതിയൊക്കെ ദൃശ്യമാകുന്ന സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ, ജോയിൻ്റ് സംരംഭങ്ങളിലൊക്കെ പൊതുവെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതേസമയം ചൊവ്വ 12ാം ഭാവാധിപനും കൂടെ ആണ് എന്നുള്ളത് കൊണ്ട് ഈ ബിസിനസ് എക്സ്പെൻസ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അമിതമായിട്ടുള്ള മുതൽ മുടക്കൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അവസാനത്തെ പകുതി ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം 7ാം ഭാവാധിപൻ അഷ്ടമത്തിലേക്ക് പോകുന്നു. അതുപോലെ അപ്പം പ്രത്യേകിച്ച് ബിസിനസ് പ്രൊഫഷണൽസൊക്കെ അല്പം ഹാർഡ് വർക്ക് വേണ്ടി വരുന്ന സമയമാണ് അവസാനത്തെ പകുതി എന്ന് പറയുന്നത്. കുജൻ, അതുപോലെ ശുക്രൻ, രവി ഒക്കെ അഷ്ടമത്തിൽ വരുന്നുണ്ട്. 29 ബുധനും അഷ്ടമത്തിൽ വരുന്നുണ്ട്. ഇപ്പം ബിസിനസ്സിൽ ഒരു ഇൻസ്റ്റബിലിറ്റിക്ക് സാധ്യതയുണ്ട് അവസാനത്തെ പകുതി. അപ്പോൾ അവസാനത്തെ പകുതി ബിസിനസ്സിൽ അല്പം ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ 7ഉം 8ഉം സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയമാണ്. 5ലാണെങ്കിൽ ശനിയുടെ ദൃഷ്ടി ഉണ്ട്. അപ്പോൾ അതുപോലെ ഡിഗ്രിക്കൊക്കെ താഴെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ അല്പം ആലസ്യം ചിലപ്പോൾ അവർക്ക് വരാം. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ കൂടുതൽ ആയിട്ടുള്ള ഒരു പഠനത്തിൽ ഫോക്കസ് ഉണ്ടാകണം. അഡീഷണൽ വർക്ക് വേണം. പ്രത്യേകിച്ച് ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തിയൊക്കെ പോകുന്നത് പൊതുവെ നല്ലതാണ്. അത് പഠനത്തിൽ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റും നല്ലൊരു പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാൻ വഴിതെളിക്കും. അതേസമയം ഉന്നത പഠനം, ഗവേഷണം ഇവകളിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠന മികവിൻ്റെയും പഠന നേട്ടങ്ങളുടെയും സമയമാണ്. അപ്പോൾ ഡിഗ്രിക്ക് താഴെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അല്പം ശ്രദ്ധ കൊടുക്കണം. മറ്റുള്ളവർക്ക് വലിയ പ്രയാസങ്ങൾ കാണുന്നില്ല. ഗവേഷണ വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ അവർ അനുകൂല സമയമാണ്. അവർക്ക് ഇപ്പോൾ ഗവേഷണത്തൊക്കെ അഡ്മിഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ് എന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഡിസംബർ 5-ന് വക്രത്തിൽ ധനസ്ഥാനത്ത് വരുന്നുണ്ട്. 2ാം ഭാവരാശിയിലേക്ക് വരുന്നുണ്ട്. ഗുരു എന്ന് പറയുമ്പം ധനകാരകനും കൂടെയാണ്. ഇപ്പം വക്രത്തിലാണ് എന്നതുകൊണ്ട് നമ്മൾ ഈ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ചിന്തകളായിരിക്കും ഈ കൂറുകാർക്ക് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുള്ള പരിശ്രമങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടാകും. ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഇൻഹെറിറ്റൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ധനനേട്ടമായിരിക്കാം, അല്ലെങ്കിൽ ജോയിൻ്റ് അസറ്റ് പുനർവിന്യാസം നടത്തുക വഴി ഉണ്ടാകുന്ന ധനനേട്ടമായിരിക്കാം. ചിലപ്പോൾ അവരുടെ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയോ ഉണ്ടാകാവുന്ന സാമ്പത്തിക നേട്ടമായിരിക്കാം. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടോ പാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഓഹരി വിപണി വഴിയോ അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയോ ഒക്കെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അതേസമയം ധനവിനിയോഗത്തിൽ ശ്രദ്ധിക്കണം. വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് വിവാഹം ആലോചിക്കുന്നവർക്ക് ആദ്യവാരം കൂടുതൽ അനുകൂല സമയമായിരിക്കും. ഇപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഡിസംബർ 6 വരെ 7-ലുണ്ട്. ശുക്രൻ 7-ലുണ്ട്. അതുപോലെ 4ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 7-ലുണ്ട്. ഗുരു ദൃഷ്ടി ഡിസംബർ 4 വരെ 7-ലുണ്ട്. അപ്പോൾ ആദ്യവാരം വലിയ പ്രശ്നമില്ല. ആദ്യവാരം കഴിയുമ്പോൾ നമ്മൾ ആലോചനകളിലൊക്കെ ഒരു കെയർ കൊടുക്കണം. അപ്പോൾ 7ാം ഭാവത്തിൽ ശുക്രൻ ഉണ്ടെങ്കിലും മറ്റു ഗ്രഹങ്ങളൊക്കെ അഷ്ടമത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കുജൻ 8-ലേക്ക് മാറുന്നു. എങ്കിലും ശുക്രൻ 19 വരെ 7-ലുണ്ട്. അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള ബുധനും 7-ലേക്ക് വരുന്നുണ്ട്. അപ്പം ഈ കമിതാക്കൊക്കെ അവരുടെ പ്രണയബന്ധമൊക്കെ ചിലപ്പോൾ വിവാഹത്തിലൊക്കെ എത്തിപ്പെടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ശനിയുടെ ദൃഷ്ടി 5-ൽ വരുന്നത് കമിതാക്കൊക്കെ ചെറിയ ഒരു മെല്ലപ്പോക്കൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം. അത് ചിലപ്പോൾ പ്രണയബന്ധത്തിൽ ചെറിയ ഒരു ആ പ്രണയബന്ധം സ്മൂത്ത് ആകണമെന്നില്ല എന്നും കൂടെ പറയാം. ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം ആദ്യവാരം കഴിയുമ്പോൾ അവർ അല്പം കെയർ വേണം.
തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, ഈഗോ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാം. കാരണം ശുക്രൻ്റെ കൂടെ 15 വരെ സൂര്യൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂര്യനും ശുക്രനും ഒക്കെ നിൽക്കുമ്പോൾ പൊതുവെ ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാം. ആദ്യവാരം ചൊവ്വയും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ദമ്പതിമാർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ദാമ്പത്യ ബന്ധത്തിൽ ഒരു സുഖക്കുറവ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം 4-ൽ കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു സംതൃപ്തി കുറവ് ഉണ്ടാകാവുന്ന സമയമാണ്. മാത്രമല്ല ജീവിത പങ്കാളിക്ക്, ഇപ്പോൾ 7ാം ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അവസാനത്തെ വാരമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മുഖാന്തരം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ എതിർലിംഗക്കാരുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ അല്പശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബജീവിതം പ്രത്യേകിച്ച് അഷ്ടമഭാവാധിപനായിട്ടുള്ള ഗുരു 2-ലെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ 12ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 2-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. 4-ലാണെങ്കിൽ കുടുംബസ്ഥാനത്ത് 4-ൽ കേതുവുണ്ട്. 4ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 16-ന് അഷ്ടമത്തിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ കുടുംബപരമായിട്ട് കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിൽ, കുടുംബ ബന്ധുക്കൾ തമ്മിലൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അല്പം കരുതൽ വേണം. കുടുംബ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ പാരൻസിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവയെല്ലാം ഒരു കുടുംബജീവിതത്തിൽ ഒരു സുഖക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ഒരു കെയർ കൊടുത്ത് പോകണം. ഡിസംബർ 2, 3, 15, 16, 21, 21, 29, 30 ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ കുറുകാരെയും ഈ ലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മംഗളകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ഈ ഇടവക്കുറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലമാണ്, ഇപ്പോഴത്തെ ആ പ്ലാനറ്ററി പൊസിഷൻ വെച്ചിട്ടുള്ള ഫലങ്ങളാണ് പറഞ്ഞത്. അതേസമയം അവർക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ ജാതകത്തിൽ ഏത് ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു, ഏത് ഗ്രഹത്തിൻ്റെ അപകാരം നടക്കുന്നു, ഏത് ഗ്രഹത്തിൻ്റെ ഛിദ്രം നടക്കുന്നു. അപ്പം ദശ, അപകാരം, ഛിദ്രം അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ എന്ന് നോക്കണം. അപ്പോൾ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പൊതുഫലത്തെക്കാളും ഗുണാനുഭവം കൂടും. അതേസമയം അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമോ ആണ് നടക്കുന്നതെങ്കിൽ അത് ഗുണാനുഭവം കുറയ്ക്കുന്നതിനും വഴിതെളിക്കും. പക്ഷേ ഇത് നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും പൊതുഫലമാണ് പറഞ്ഞത്. അപ്പം ഇടവക്കൂറിൽപ്പെടുന്ന ചിലർക്ക് മാത്രമേ ഇടവലഗ്നം വരികയുള്ളൂ, മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം. ഇപ്പം ഇടവക്കൂറും ഇടവലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ പൊതുഫലത്തിൽ ഈ ചാര ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല. മറിച്ച് ഇപ്പോൾ ഈ ഇടവക്കൂറുകാർക്ക് മറ്റ് ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ അവർക്ക് ആ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഈ ഡിസംബർ മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനവരെന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് അറിയണം. ഇനി ഇത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് നക്ഷത്രത്തിൽപ്പെട്ടവർക്കായാലും അവർക്ക് ഇടവൽ ലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ ലഗ്നഫലം അവരുടെ കൂറിൻ്റെ ഫലത്തെ ബാധിക്കും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ നക്ഷത്രം ഈ കൂറിൻ്റെ ഫലത്തെക്കാളും ഏറ്റവും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത്, സൂക്ഷ്മത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ്. അതുകൊണ്ട് ലഗ്നവും കൂടെ കണ്ട് ആ ലഗ്നത്തിൻ്റെ ഫലവും കൂടെ മനസ്സിലാക്കി പോകാൻ ഈ കുറുകാർ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.